ഹലോ ഗൈസ്, ഞാനിന്ന് സൈറ്റിലേക്ക് പോവാണ്. ഇന്ന് പരപ്പയാണ് പോകുന്നത്. അപ്പം ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. ബസ് വരാൻ വെയിറ്റിംഗ് ആണ്. ഞാൻ ഒടയഞ്ചാൽ വരെ ഭഗവതി ബസ്സിന് പോയിട്ട് ആടുന്ന് KSRTCയിലാണ് പോലെ പരപ്പയിലേക്ക്. അപ്പോൾ നമ്മൾ ബസ് വന്നിട്ടുണ്ട്. ബസ്സിൽ കയറി ഇറങ്ങി ഞാൻ ഒടയഞ്ചാലിൽ നിന്ന് KSRTCയിലും കയറി. സീറ്റൊന്നും കിട്ടിയില്ല, തിരക്കുണ്ടായി. അങ്ങനെ ഞാൻ സ്കൂളിലേക്ക് എത്തി. ഈ സൈഡിലായിട്ടാണ് നമ്മളെ സൈറ്റ് വരുന്നത്. സൈറ്റ് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഒരു 3 നില ബിൽഡിങ്, 3 കോടീൻ്റെ വർക്കാണ്. ഓൾമോസ്റ്റ് സെക്കൻഡ് ഫ്ലോർ വരെ എത്തി. സെക്കൻഡ് ഫ്ലോറിൻ്റെ സ്ലാബാണ് ചെയ്തുകൊണ്ടുള്ളത്. അപ്പം ഞാൻ ആദ്യം തന്നെ, ഇതാണ് നമ്മളെ ഓഫീസ് റൂം ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ചേഞ്ച് ആക്കിയതാണ്. അതുവരെ നമ്മളെ വിശ്രാന്തിയിലാണ് ഉണ്ടായത്. അപ്പോൾ വിശ്രാന്തി പറയുന്നത് സ്കൂളിൽ തന്നെയുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പോലെ. അപ്പോൾ ആടുന്ന് നമ്മളെ ബിൽഡിങ്ങിലേക്ക് തന്നെ മാറി. ഇത് നോക്കിയാൽ പുറത്ത് റോഡാണ്, കുറേ വണ്ടിയെല്ലാം പോകുന്ന സൗണ്ടെല്ലാം കേൾക്കാം, നമുക്ക് എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ അവിടെ എന്നിട്ട് ഞാൻ എന്തെല്ലോ പറയുന്നുണ്ടായി. പക്ഷേങ്കിൽ പുറത്ത് ഞാൻ പറഞ്ഞില്ലേ, ബസ്സെല്ലാം പോകുന്ന സൗണ്ട് ആയതുകൊണ്ട് ഫുള്ള് ഒന്നും കേൾക്കുന്നില്ല, ഒന്നും തിരിയാത്ത മാതിരിയാണ് ഉണ്ടായിന്. അങ്ങനെ ഞാൻ ആ വോയിസ് കളഞ്ഞത്. ഞാൻ എന്ത് വിചാരിച്ചു വെച്ചാൽ കുറച്ച് വെള്ളമെല്ലാം കുടിച്ചിട്ട് തന്നെ മുകളിലേക്ക് പണി നടക്കുന്ന സ്ഥലത്തേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. എന്താ വെച്ചാൽ രാവിലെ വന്നതല്ലേ, കുറച്ച് എനർജി വേണമായിരുന്നു മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വാട്ടർ ബോട്ടിലെടുത്തു വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വെള്ളം കുടിക്കാൻ നിൽക്കുകയാണ്. വെള്ളം കുടിച്ചിട്ട് വേണം നമുക്ക് മുകളിലോട്ട് പോവാൻ. വെള്ളം കുടിച്ചു, ഒരു വായ കുടിച്ചു, ഇറക്കി അടുത്ത വായും കുടിച്ചു. അപ്പം ഞാൻ എന്നിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ എന്നെല്ലാം നോക്കിയിട്ടാണ് കുപ്പിയെല്ലാം അടച്ച് വെച്ച്. ഭയങ്കര ചൂടായിരുന്നു. ഇപ്പോൾ നല്ല വെയിലല്ല, ഇപ്പോൾ മഴയില്ലാത്തതുകൊണ്ട് നല്ല വെയിലും നല്ല ചൂടും. മഴയാകുമ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. പുറത്ത് ഇങ്ങനെ വിൻഡോസ് ഒന്നും വെച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് പുറത്ത് നല്ല കാറ്റെല്ലാം അടിക്കുമ്പോൾ ഭയങ്കര തണുപ്പ്, ചൂടാകുമ്പോൾ ഒടുക്കത്തെ ചൂടും. എന്നിട്ട് ഞാൻ മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് വന്നു. ഷെൽഫെല്ലാം തുറന്നിട്ട് വെച്ചിന് ഞാൻ രാവിലെ വന്നപാട്. അതിലടച്ച് മുകളിലോട്ട് പോകാൻ തുടങ്ങി. നമ്മളെ സ്റ്റെയറൊക്കെ കയറി, സ്റ്റെയറെല്ലാം കയറിയിട്ട് മുകളിലേക്ക് എത്തുമ്പോഴൊക്കെ ക്ഷീണാവും കേട്ടോ. എത്ര ഫ്ലൈറ്റ്, 2, 4, 6 ഫ്ലൈറ്റ് കയറണ്ടേ മുകളിലേക്ക് എത്തണമെങ്കിൽ. സെക്കൻഡ് ഫ്ലോറിലെത്തിയില്ലേ. എന്നിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്റ്റെയറെല്ലാം കയറി. അവിടെ അപ്പുറത്ത് കണ്ട ഓപ്പോസിറ്റ് ഒരു ബിൽഡിങ് കിട്ടുന്നുണ്ട്, അത് പ്രൈവറ്റ് വർക്കാണെന്ന് തോന്നുന്നു. ഇത് നമ്മളെ ചെയ്തുകൊണ്ടിരിക്കുന്ന ലാസ്റ്റ് ഫ്ലൈറ്റ് ആണ്. അപ്പോൾ അവിടെ കമ്പി ഇട്ടതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ കൂടിയാണ് കയറേണ്ടത്. അപ്പോൾ അങ്ങനെ പിടിച്ച് കയറണം, കുറച്ച് ടാസ്ക്കാണ്. അങ്ങനെ ഞാൻ ഷട്ടറിങ്ങെല്ലാം ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് എത്തി. ജസ്റ്റ് ഒന്ന് ഡിസൈൻ പോലെ തന്നെയാണോ കമ്പിയെല്ലാം ഇട്ടത് എന്നെല്ലാം ചെക്കാക്കാനാണ് വന്നത് ഞാൻ. അപ്പോൾ എല്ലാം കറക്റ്റ് തന്നെയായിരുന്നു, എല്ലാം നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെന്ത്, ഇങ്ങനെ നോക്കുമ്പോൾ പുറത്തേക്ക് താഴത്തോട്ട് നോക്കാൻ നല്ല രസമാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് താഴേക്ക് തുള്ളാനും തോന്നുന്നു നമുക്ക്, പക്ഷെ തുള്ളരുത്. നല്ല വെയിലും കണ്ട, സൂര്യൻ കണ്ട ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്നു, എന്നെ നോക്കുന്നു ഈ പെണ്ണെന്താക്കുന്നു പറഞ്ഞിട്ട്, അങ്ങനത്തെ വെയിൽ. എന്നിട്ട് പിന്നെ സൂര്യനെ ലേശം ഫോക്കസ് ചെയ്യാൻ വിചാരിച്ച്. പിന്നെ ഇതിങ്ങനെ സ്ലോപ്പായതുകൊണ്ട് ലാസ്റ്റത്തെ സ്ലാബ് ലേശം സ്ലോപ്പാണ്, അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം ഇറങ്ങാൻ. എന്നിട്ട് ആടുന്ന് താഴെ എത്തി. കുറച്ച് കണക്ക് നോക്കാൻ വേണ്ടിയിട്ടുണ്ടായിന്, അതെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കി സെറ്റാക്കി. ഞാൻ ആദ്യം കുറച്ച് കഴിയുമ്പോൾ മുകളിൽ കയറിയിട്ട് നേരെ ഉണ്ടോയെന്നല്ലേ നോക്കിയിട്ടോ, മെഷർമെൻ്റ് ഒന്നും നേരെ ഉണ്ടോ നോക്കിയിട്ടില്ലല്ലോ, ഡിസ്റ്റൻസ് എല്ലാം. അപ്പോൾ അതെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കി, എല്ലാം നേരെ ഉണ്ടായി. ആദ്യം വന്നിട്ട് കുറച്ച് കണക്ക് എഴുതാനുണ്ടായിന്. അങ്ങനെ കണക്കെല്ലാം എഴുതി. പിന്നെ ഈ സാധനം എന്താ പറയുക, ഇത് ഞാനിവിടെ ഫസ്റ്റ് ജോയിൻ ചെയ്ത പാട് ലിവർ വേണമെന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു, ഈശ്വരാ എൻ്റെ കരൾ ചോദിക്കലായ ഇവർ, പിന്നെയാണ് മനസ്സിലായി. അങ്ങനെ വൈകുന്നേരമായി, ഞാൻ പോവാൻ വേണ്ടി
എടുത്തു വെച്ച സാധനങ്ങളെല്ലാം അകത്ത് വെക്കണ്ടേ. കുറേ രജിസ്റ്ററും കുറേ ഡോക്യുമെൻറ്റ്സും എല്ലാം ഉണ്ടായി. ലാസ്റ്റ് അങ്ങനെ വീട്ടിൽ പോയി. ഓക്കെ ബൈ.